ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം മാളൂസിൻ്റെ ഷൂട്ടിനൊക്കെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും അറിയാലോ, വയനാട്ടിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വയനാട്ടിൽ നിന്ന് കേൾക്കുമ്പോഴേ പേടിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷെ നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മൾ സ്വന്തം നാട് വീട് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു റിലാക്സിങ് പ്ലേസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ വന്നിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ്. നമുക്ക് എല്ലാ റിലേറ്റീവ്സിനെയും പോയി കാണണം, മുബിക്കാൻ്റെ വീട്ടിൽ പോകണം, ഒരുപാട് പരിപാടികളുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. നീലഗിരി വയനാട് ബോർഡറിലാണ് എൻ്റെ വീട് ആക്ച്വലി ഉള്ളത്. സത്യം പറഞ്ഞാൽ സ്റ്റേറ്റ് വരുമ്പോൾ തമിഴ്നാടാണ് വരുന്നത്. എന്നാലും ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ചെയ്യാനുള്ളൂ. മാളൂട്ടി വന്നപ്പോൾ തൊട്ട് ഉമ്മീനെ കൂട്ടി അവിടെയുള്ള ചെടികളൊക്കെ പറിച്ച് ചോറും കൂട്ടാനും ഉണ്ടാക്കലും പാത്രങ്ങളൊക്കെ ഉണ്ടാക്കലും അങ്ങനെ എന്തൊക്കെയോ കളികളിലായിരുന്നു കേട്ടോ. എൻ്റെ ലഗേജൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പാക്ക് ചെയ്യുന്ന കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്ന കാണിച്ചു തരാം. ഇതാ ഇവിടെയാണ് കളിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. മാളൂട്ടി അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ പൂക്കളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ സദ്യയൊക്കെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതില്ലേ മാളു? ഇവിടെ വന്നാൽ മാളൂസിന് ഉമ്മീനെ കൂട്ടി സദ്യ ഉണ്ടാക്കണം. ഇതാ ഇതൊക്കെ ഞാൻ വരച്ചിരുന്നതാണ് കേട്ടോ പണ്ട്. ഇതിലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അറിയില്ല, എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കണ്ടോ, സാരമില്ല. എന്താ ഇതൊക്കെ വരച്ചതാണ്. അത് ചാർജർ തിന്നുന്ന പിക്കാച്ചു അല്ലേ മാളു? ഈ പിക്കാച്ചുവിനെ അല്ലായിരുന്നു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരച്ചതിൽ? ഇതാ ഇത് എൻ്റെ അനിയത്തിയില്ലേ ലിച്ചു, അവൾക്ക് ഭയങ്കര ഹൊറർ മൂഡിൽ റൂം വേണമെന്നും പറഞ്ഞിട്ട് അതുപോലൊരു പിക്ചർ നോക്കി വരച്ചതാണ് കേട്ടത്. ഇതാ എനിക്ക് ഞാൻ വരച്ചതിൽ, ഇവിടെ ഈ വീട്ടിൽ ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പെയിൻറ്റിങ് ആണ് ഇത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്താ അമ്മച്ചി ഇവിടെ പുതിയ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ കോഴിപ്പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പകുതി ഉണ്ടാക്കി വെച്ച് അപ്പോഴേക്കും മാളൂസ് വന്ന് കളിക്കാൻ വിളിച്ചോണ്ടായി. എന്താ മാളൂസിന്റെ ഡോളിനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ മാളൂസിന്റെ പാവേനൊക്കെ എടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ മാളൂസ് കുഞ്ഞതായപ്പോൾ ഉണ്ടായിരുന്ന ആ നെറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അവള് കളിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതിൽ കിടക്കുമായിരുന്നു ഇടയ്ക്ക് എടുത്തിട്ട്, ഇപ്പം ഇതിൽ കൊള്ളില്ല തോന്നുന്നു, അതുകൊണ്ട് പാവക്കുട്ടീനെ വെച്ച്. എന്താ മാളു ഉണ്ടാക്കിയത്? ചോറും കൂട്ടാൻ. ഓ അടിപൊളിയാണല്ലോ, ഭയങ്കര കളർഫുൾ ആണല്ലോ. സ്പൂൺ കാണിച്ചോ? നല്ല രസമുണ്ട് കേട്ടാ. അപ്പൊ ഇവരിവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ വീടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഹാള്. ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെയാണ് മാളൂട്ടി കളിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ മുബിക്കാക്ക ഉറങ്ങുന്നുണ്ട്, അതാണ് ഞങ്ങളുടെ റൂം. ഇതാ ഇവിടെ ഒരു റൂമുണ്ട്, അവിടെ ബാത്റൂമൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു കിച്ചൻ്റെ ഭാഗം തന്നെയാണ്, ഇവിടെ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അടുക്കള വരുന്നത്. മാളൂസിൻ്റെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ സിറ്റ് ഔട്ട് നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ടല്ലോ, എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാ ഇവിടെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിലും അകത്തും ഒക്കെ ചെടിയുണ്ട്. ഇതും ഞാൻ വരച്ചതാണ് കേട്ടോ. ഇത് പക്ഷെ കുറച്ച് കുളമായി പോയി തോന്നുന്നു. ഇവിടെയൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഞാൻ വരച്ചതാണ് കേട്ടോ. ഇത് ഞങ്ങൾ ബെഡ്റൂമിൽ വരച്ചതാണ്. പിന്നെ മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പിക്ചർ. അവൾ കുഞ്ഞതായിരിക്കുമ്പോൾ അവൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. മാളൂസ് ഇത് അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. മാളൂസ് ബാക്ക് ടു ഹോം വന്നൊരു ഹാപ്പി മൂഡിലാണ് കേട്ടോ. പക്ഷെ നമ്മളും എത്ര ഹാപ്പി ആവാൻ ശ്രമിച്ചിട്ട് നമുക്ക് വയനാട് നടന്നൊരു ദുരന്തമാണ് എപ്പോഴും മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക. പിന്നെ ഇതൊക്കെ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുള്ള സമയം മറ്റുള്ളവരെ ഒന്നും ഉപദ്രവിക്കാതെ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളെ ചുറ്റുള്ളവരെ ഹാപ്പി ആയിട്ട് വെച്ച് നമ്മൾ സന്തോഷമായിട്ട് മാക്സിമം ജീവിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ ബാക്കി നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന ലഗേജൊക്കെ കാണിച്ചു തരാം. ഇതിൽ മാളൂസിൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, പിന്നെ ഹെയർ ബാൻഡ്, നമ്മൾ കുറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചു, അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ സൺഗ്ലാസസ് ഉണ്ട്. പിന്നെ ഇതാ മാളൂസിൻ്റെ പുതുപുത്തൻ റൈബൻ ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇതാ മാളൂസിന് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചൊരു കുഞ്ഞി ബാഗ്. ഇതൊക്കെമ്മ എനിക്കും അതേപോലെ മാച്ച് ചെയ്തിട്ട് ഒരു ചെറിയ ബാഗുണ്ട്. ഇതെനിക്ക് മാളൂസിന് ഞങ്ങൾ വാങ്ങിച്ചാണ്, വൈറ്റ് കളർ. ഇതെൻ്റെ ഇവിടെ ഞങ്ങളെ ടവൽസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ചെരുപ്പുകളുണ്ട്. മാളൂസിൻ്റെ പുതിയ വൈറ്റ് ഷൂസ്,
പിന്നെ എൻ്റെ വൈറ്റ് ചപ്പൽസ്. പിന്നെ ഇതൊക്കെ ഓൾറെഡി ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. ഇത് മാളൂസിൻ്റെ പുതിയ ചെരുപ്പാണ്. മാളൂസിന് അകത്തിടാൻ വേണ്ടി, ഇവിടെ നല്ല തണുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങോട്ട് എടുത്തതാണ് അകത്തിടാൻ വേണ്ടി. ഇതാ എൻ്റെതും. ഇതാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഫാൻസി ജ്വല്ലറീസ്. ഇത് കൈ ചെയിൻ ഉണ്ട്, മോതിരങ്ങളുണ്ട്. ഇതൊക്കെ ഓരോന്ന് ഡ്രസ്സ് ഇടുന്നതിനനുസരിച്ച് ചേരുന്ന നോക്കിയിട്ട് അങ്ങനെ ഇടും. ഇതിൽ കുറച്ച് ഈ ഒരു ടൈപ്പ് ആക്സസറീസ് ഉണ്ട്. പിന്നെ ഇത് ഒരു കമ്മലിൻ്റെ സെറ്റ് ചെയ്യുന്ന ഒരെണ്ണം ഞാൻ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതിലൊരു കമ്മലുണ്ട്, ഇതിലൊരു കമ്മലുണ്ട്. എനിക്കിഷ്ടമാണ് ഇയറിങ്സ്. പിന്നെ ഇത് മാളൂസിൻ്റെ ഒരു കൈ ചെയിൻ ഉണ്ട്. പിന്നെ ഇതിൽ മാളൂസിൻ്റെ ഒരു മാലയുണ്ട്. പിന്നെ ഇതിൽ അത്തറുണ്ട്. പിന്നെ ഇത് ഞാൻ മൂക്കുത്തിയായിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാണ് കേട്ടോ. പിന്നെ ഇതിലെൻ്റെ മാലയുണ്ട്. പിന്നെ ഇതിലൊരു കമ്മലുണ്ട്. യാ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിൽ ഞങ്ങൾ ഡ്രസ്സുകളുണ്ട്. ഡ്രസ്സുകൾ മൊത്തം ഇതിനകത്താണ്. അത് ഞാൻ ഓരോ ദിവസം ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. ഇതാണ് അടുത്ത ലഗേജ്. ഇതിൽ മാളൂസിൻ്റെ ഹെയർ ആക്സസറീസ് ഉണ്ട്. അത് ഞാൻ എവിടെ പോകുമ്പോഴും മൊത്തം കരുതും. കാരണം എനിക്ക് ഏതാണ് എപ്പോഴാണ് എടുക്കാൻ തോന്നുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ മൊത്തം അത് എടുക്കും. പിന്നെ മാളൂസിൻ്റെ കുറച്ച് ഹെയർ ഓയിൽ, ഹെയർ വാക്സ് ആൻഡ് നെയിൽ പോളിഷ്, ഹെയർ ക്രീം, ബിയർഡ് ഓയിൽ, ക്ലിപ്സ്, ക്രാപ്സ്, കോട്ടൺ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ എൻ്റെയും മൂവിക്കാവിൻ്റെയും ഷൂസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ബാഗിൽ എൻ്റെ നോർമൽ ചാർജർ, ഫോണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങളെ ഫേവറേറ്റ് കോഴിപ്പിടിയാണ് ഉമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ ലഞ്ച് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് മാളൂട്ടി കഴിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത്. ലഞ്ചിനാണെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ എന്ത് വേണം, അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് ബത്തേരി പോകണം ടൗണിൽ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഔട്ട്ഫിറ്റ്സ്. ഞങ്ങൾ സെയിം ബാഗൊക്കെ എടുത്തിട്ട് പോവാണ്. മാളൂട്ടീൻ്റെ ഡോളിനെ എടുത്തിട്ടുണ്ട്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ കൂടുതലും ചായത്തോട്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചായപ്പൊടിയൊക്കെ കിട്ടും. ഞങ്ങൾ പണ്ട് കസിൻസും എല്ലാവരും വരുന്ന സമയത്ത് നമ്മൾ എപ്പോൾ ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിലും അത് ചായത്തോട്ടത്തിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ പഴയ ഫോട്ടോസൊക്കെ. അങ്ങനെ ഞങ്ങൾ ബത്തേരി പോകുന്ന വഴിക്ക് ഇതാണ് ചെക്ക് പോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെയും വീട് അടുത്തടുത്താണെങ്കിൽ പോലും ഇവിടെ ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് രണ്ട് സ്റ്റേറ്റിലാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോഴേക്കും മാളൂസ് അവൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ നോക്കിയിട്ട് അവൾ വാങ്ങിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. മഞ്ഞയാണോ വേണ്ടേ? നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി പോയതാണ്. പക്ഷേ ഞങ്ങൾ ഹെവി ആയിട്ട് തന്നെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഞങ്ങൾക്ക് ചുമ്മാ ഒരാഗ്രഹം, മാളൂസ് ജനിച്ച ഹോസ്പിറ്റലിൽ നിന്ന് പോകണം, അവിടുത്തെ ഡോക്ടറിനെയൊക്കെ കാണണം എന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാണ്. അങ്ങനെ ഞങ്ങളെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി അപ്പൊ ഞങ്ങള് വയനാട് വന്നിട്ട് നമ്മള് റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടിട്ട് ഇനി പോവാൻ നിൽക്കുന്നേ ഉള്ളൂ. അത് നാളെയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ ചെയ്ത് സെറ്റായി. അപ്പൊ നമ്മൾ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പൊ എല്ലാവരും ചാനല് അടുത്ത എപ്പിസോഡ് കാണാന്ന് മാളൂസ്. ഇല്ല, ഇതൊരു 2-3 വ്ളോഗ് അത്രേ ഉള്ളൂ മാക്സിമം. അപ്പൊ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ FB-ലാണ് കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ളോഗ്. ബൈ 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 പറയൂ. ബൈ ബൈ പറയില്ല. ബായ് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ. ഞങ്ങൾ വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ ഉപ്പാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഉപ്പാൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ മാളൂട്ടീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൊമെൻറ്റും കൂടെ ഇതിൽ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി വയനാട്ടിലെ ബാക്കിയുള്ള ഞങ്ങൾ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ബൈ.